Hello guys, welcome back to my YouTube channel. Yes, Bruhana on screen. So, in the first introduction video, I got diminished. I got busy and in the time I thought, yeah, and a day in my life it can judge, but almost evening 7 o'clock. I dinner I can believe I thought, yeah, I'm ചെറിയ കുഞ്ഞി ഒരു വീഡിയോ എടുക്കാം ബിക്കോസ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു വീഡിയോ ഇടാത്തത് നമ്മൾ തന്നെ കൺസിസ്റ്റൻസി ഇല്ലയെന്ന് കാണിക്കുന്ന പോലെ ആയിരിക്കും. സോ ഐ തോട്ട് ഒരു ചെറിയ വീഡിയോ എടുക്കാം ആൻഡ് അതായിരിക്കും ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കും ഞാൻ റെഡി ആവുന്നതും ആൻഡ് പുറത്ത് പോകുന്നതും ഫുഡ് കഴിക്കുന്നതും അങ്ങനെയൊക്കെ. സോ എനിക്ക് മേക്കപ്പ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ആൻഡ് ഐ യൂസ് ടു ഹാവ് മേക്കപ്പ് എവറി ടൈം. ബട്ട് പൊതുവെ ഇങ്ങനെ ചെറിയൊരു ഡിന്നറിനൊക്കെ പോകുമ്പോൾ ഞാൻ സ്കിൻ കെയർ ചെയ്യും ആൻഡ് ഐ യൂസ് ടു ഗോ ഔട്ട്സൈഡ് അങ്ങനെ ചെയ്യാറ്. സോ എനിക്ക് ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആൻഡ് ഓൾസോ നമ്മൾ വെളിയിലൊക്കെ പോയി വരുന്നൊരു വീഡിയോ ആയിരിക്കും. ആൻഡ് അതിന് മുന്നേ എല്ലാവർക്കും വെരി ബിഗ് ആൻഡ് ഹാപ്പിയസ്റ്റ് ന്യൂ ഇയർ ടു എവ്രി വൺ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ മറക്കാം. പാസ്റ്റ് ഇസ് പാസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ഇഷ്യൂ ആണെന്ന് എനിക്കറിയാം. ബട്ട് എനിവേ കഴിഞ്ഞതൊക്കെ നിങ്ങളുടെ ലെസൺസും നിങ്ങൾ അതൊക്കെ എടുത്തിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് അടിപൊളിയായിട്ട് പോവുക, ഹാപ്പി ആയിട്ട് പോവുക. ബിക്കോസ് നിങ്ങൾക്ക് നിങ്ങളേ ഉള്ളൂ ആൻഡ് നിങ്ങളുടെ ലൈഫ് തീരുമാനിക്കുന്നത് നിങ്ങളുടെ പാരൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ അവരൊന്നുമല്ല. നിങ്ങൾ ബെസ്റ്റ് ആണെങ്കിൽ, നിങ്ങൾ സർവൈവർ ആണെങ്കിൽ നിങ്ങളെല്ലാവരും ഒരു ടൈം എത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും. അതുവരെ പല പ്രശ്നങ്ങളുണ്ടാവും. ബട്ട് അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇനി ആരെയും കൺവിൻസ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നം അവരെ പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും നോക്കണ്ട. ദിസ് ഇസ് 2026 ആൻഡ് നിങ്ങളെ ബെഡിൽ കിടക്കാണ്ട് യു ജസ്റ്റ് റൈസ് അപ്പ്. നിങ്ങൾ ആരെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ട നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും. എല്ലാം വൺ ഡേ എല്ലാവരും അറിയും. നിങ്ങൾ സർവൈവ് ചെയ്തു വന്നതും നിങ്ങളെ ഹാർഡ് വർക്കിൻ്റെ എല്ലാ പ്രശ്നങ്ങളും. സോ ബട്ട് ദ തിങ് ഇസ് നിങ്ങൾ വിൻ ചെയ്യണം. വിൻ ചെയ്താൽ നിങ്ങൾ ഇത്രയും സഫർ ചെയ്തിട്ടുണ്ടെന്ന് ഒരാൾ കേൾക്കാൻ ശ്രമിക്കുക. ആൻഡ് നിങ്ങൾ ലൂസറായിരിക്കുന്ന ടൈമിൽ നിങ്ങൾ ഇത്രയും സഫർ ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, നിങ്ങൾ മെൻ്റലി ഓക്കെ ആക്കുന്നതും വരുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. സോ ബി ദ വൺ ഹു വാണ്ട് ടു ഷൈൻ ഇൻ ദ വേൾഡ്. സോ എന്താ പറയുക, യൂണിവേഴ്സ് വിൽ ബി വിത്ത് യു. സ്റ്റാർട്ട് ഗൈസ്, സ്റ്റാർട്ട് ഡൂയിങ് ദ മാനിഫെസ്റ്റേഷൻ. ഇറ്റ് വിൽ റിയലി ഹെൽപ്പ് യു. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്ന് ഒരു സംഭവം എനിക്ക് വേണമെന്നുണ്ടായിരുന്നു 2026 വിച്ച് ഐ റിയലി വോണ്ടഡ് ആൻഡ് ഐ തോട്ട് ഓഫ് ഇറ്റ് ഇൻ ദ മോർണിംഗ്. ഞാൻ വെളിയിൽ പോയ ടൈമിൽ ഒരു എക്സാമ്പിൾ, എനിക്ക് ഇപ്പം ഒരു BMW കാർ വേണം, ഒരു ബ്ലാക്ക് കാർ വേണമെന്നാണ്. ഏതാ സീരീസ് ഒന്നും ഞാൻ പറയുന്നില്ല. ആൻഡ് അപ്പം ഞാനിങ്ങനെ നടന്നു പോകുന്ന ടൈമിൽ ഒരു ബ്ലാക്ക് കാർ തന്നെ കണ്ടു. ബട്ട് ഇറ്റ്സ് നോട്ട് BMW. ബ്ലാക്ക് കാർ, ഇറ്റ്സ് നോട്ട് BMW. ബട്ട് എൻ്റെ മൈൻഡിൽ BMW തന്നെയാണ്. ആൻഡ് അതിൻ്റെ തൊട്ട മുന്നത്തെ കാർ ഇറ്റ്സ് ഓൾസോ ബ്ലാക്ക്. ഞാൻ നോക്കുമ്പോൾ ഇറ്റ്സ് BMW. സീരിയസ്ലി ഗൈസ്, ഇറ്റ്സ് നോട്ട് ഒരു എക്സാമ്പിളൊന്നും അല്ല ഞാൻ പറഞ്ഞ പോലെ. അതാണ് സത്യം, അതാണെന്ന് നടന്നത്. സോ നിങ്ങളെ മൈൻഡാണ് എല്ലാം എന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് നിങ്ങളെ തന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുക ആൻഡ് ഡു യുവർ ബെസ്റ്റ്. ദാറ്റ്സ് ഇറ്റ്. ഞാൻ ഭയങ്കര ലോങ് ആക്കുന്നില്ല. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. സോ ഹായ് ഗൈസ്. സോ എനിക്കങ്ങനെ ഓവർ മേക്കപ്പ് ഇഷ്ടമല്ല. ഞാൻ മോഡലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ മേക്കപ്പ് ചെയ്യും ആൻഡ് ഭയങ്കര റെയർ ആയിട്ടാണ് പുറത്തൊക്കെ പോകുമ്പോൾ നല്ല മേക്കപ്പ് ചെയ്തിട്ട് പോവാം. അല്ലെങ്കിൽ എനിക്ക് എന്നെ സിമ്പിളായിട്ട് കാണുന്നത് തന്നെയാണ് ഇഷ്ടം. സോ ഇപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കുറച്ച് മേക്കപ്പിന് ആവശ്യമുള്ളൂ. ആൻഡ് പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ, അതാണ് എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ള, കറൻ്റ്ലി ഇഷ്ടമുള്ളൊരു മോയ്സ്ചറൈസർ. ഇതിൻ്റെ തേർഡ് ഈ ഒരു ബോക്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് അതല്ലാണ്ട് എവിനോടെ മോയ്സ്ചറൈസർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് ഇറ്റ്സ് പ്രെറ്റി എക്സ്പെൻസീവ്, 1600 അങ്ങനെ എന്തോ ആണ്. പിന്നെ എനിക്ക് സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസർ ഐ ലവ്. ഇത് മൂന്നാണ് ഞാൻ മോയ്സ്ചറൈസറിൽ യൂസ് ചെയ്യാറ്. സോ നൗ ഐ എം ഗോണ യൂസ് ദിസ് വൺ, പോൺസിൻ്റെ. സോ ഗൈസ്, ഞാനിപ്പോൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഫസ്റ്റ് ഞാൻ സെറം യൂസ് ചെയ്തിരുന്നു. അത് മിനിമലിസ്റ്റിൻ്റെ സെറമാണ് ഞാൻ യൂസ് ചെയ്യുക, നിയാസെറമൈഡിൻ്റെ. സോ സെറം ആൻഡ് മോയ്സ്ചറൈസർ ഇസ് ഓവർ. ദെൻ ഐ ലവ് അതാണ് ദിസ് വൺ. കാരണം എനിക്കറിയില്ല, എക്കോളജിക്കയുടെ ഡ്വീ സൺസ്ക്രീനാണ്, വിച്ച് ഈസ് കോംബോ ഓഫ് പപ്പായ ആൻഡ് വിറ്റാമിൻ സി. ഭയങ്കരമായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു സൺസ്ക്രീനാണിത്. ആൻഡ് I love this one so much because
ഞാൻ മിസ് കേരള ചെയ്യുന്ന ആ ടൈം മുതൽ എന്നെ ഒരുപാട് ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ഒരു സൺസ്ക്രീൻ. സോ നമുക്ക് സൺസ്ക്രീൻ ഇടാം. ഇവൻ ദോ ഞാനിപ്പോൾ പോകുന്നത് ഒരു 7 o'clock ആണെങ്കിലും വി ഹാവ് ടു വെയർ സൺസ്ക്രീൻ ബിക്കോസ് ഒരു 20% UV rays സ്റ്റിൽ ഉണ്ടാവും സണ്ണില്ലെങ്കിലും എന്നാണ് ഞാൻ എവിടെയോ കേട്ടിട്ടുള്ളത്. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. അങ്ങനെയാണ്, ബട്ട് എനിവേയ്സ് അങ്ങനെ ഉണ്ടാവും. സോ ഞാൻ നൈറ്റ് ആണെങ്കിലും ഏത് പാതിരാത്രിക്കാണെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യും. I love actually sunscreen a lot, and this one is a game changer for you guys. Please try it out. ഞാൻ പകലാണ് സൺലൈറ്റിലാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇതിലും കൂടുതൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട് സീരിയസ്ലി. ആൻഡ് ഞാൻ ഒന്നും യൂസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചതായിരുന്നു, ബട്ട് ഐ തോട്ട് ഓഫ് പുട്ടിങ് ദിസ് വൺ, ടാർട്ടിൻ്റെ അൾട്രാ ക്രീമി എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷൻ. അല്ല, ദിസ് ഇസ് ആക്ച്വലി കൺസീലർ. എനിക്ക് ഫൗണ്ടേഷൻ ഇടുന്നതിനെക്കാട്ടും ഇഷ്ടം ഫൗണ്ടേഷൻ ഇടാതെ തന്നെ ജസ്റ്റ് ഒരു കൺസീലർ മാത്രം ചെയ്തിട്ട് പോകണമെന്നാണ്. ആൻഡ് ദിസ് വൺ ഇസ് സോ ഗുഡ്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ പാട്ട് കേട്ടിട്ട് മേക്കപ്പ് ചെയ്യും. ബിക്കോസ് നമ്മളൊരു ആക്ട്രസ് കേട്ടിങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഫീൽ വരും. ആൻഡ് നമുക്കൊരു ഭയങ്കര ഭംഗി എക്സ്ട്രാ തോന്നും ഇങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ. ആൻഡ് സോ പിന്നെ എനിക്ക് മസ്കാര ഭയങ്കര ഇഷ്ടമാണ്. സോ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന കളേഴ്സ് എല്ലാം മേബലിൻ്റെ കളേഴ്സ് വാട്ടർ പ്രൂഫ്. ഐ തിങ്ക് ഇറ്റ്സ് പ്രിറ്റി എന്താ പറയുക ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു മസ്കാരയാണ്. ആൻഡ് ആഫ്റ്റർ മൈ 12th മുതൽ ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് 3.5 years ആയിട്ട് ഞാൻ തന്നെ യൂസ് ചെയ്യുന്നത്, 4 years ആയിട്ട്. ആൻഡ് എൻ്റെ ഈ ലാഷസ് കുറച്ച് വലുതാണ്, അപ്പം മസ്കാരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. സോ ഐ ലവ് പുട്ടിങ് ദിസ് മസ്കാര. ഇനി ഒന്നുമില്ലെങ്കിലും മസ്കാര ആൻഡ് ഒരു ന്യൂഡ് കളർ ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ ആൻഡ് സൺസ്ക്രീൻ ഓൾസോ. സൺസ്ക്രീൻ എനിക്ക് വിടാൻ പറ്റില്ല ബിക്കോസ് ഐ ലവ് സൺസ്ക്രീൻ. ആൻഡ് സൺസ്ക്രീൻ എല്ലാവരും യൂസും ചെയ്യണം, മാൻഡറ്ററി ആണ്. നിങ്ങൾ വെള്ളം കുടിക്കുന്ന പോലെ തന്നെ സൺസ്ക്രീൻ ഇടുക എന്നുള്ളത് ഇറ്റ്സ് വെരി മാൻഡറ്ററി. സോ നൈക്കയുടെ ഒരു ഷെയ്ഡാണ് ഞാൻ ഇടുന്നത്, 01 ബോബൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ലിപ് ബാം ഞാൻ 3 യൂസ് ചെയ്യും. ഐ തിങ്ക് ഒന്ന് UV ഡോക്സിൻ്റെ സൺസ്ക്രീനാണ്, അതെൻ്റെ ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് വേറെ ഒന്ന് UV ഡോക്സ് ആണ്, പിന്നെ ഒന്ന് ലെനേജിൻ്റെ, അത് നൈറ്റ് മാസ്ക് ആണ്. ദെൻ ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഇത്, കറൻറ്റ്ലി ഇപ്പം സ്റ്റാർട്ട് ചെയ്തതാണ്. ആൻഡ് ഐ എം ലവ് വിത്ത് ദിസ് വൺ. ഡോട്ട് ആൻഡ് കീൻ്റെ സ്കിൻ കെയറിൽ വരുന്നതാണ് ഗ്ലോസ് ബോസ് എന്നുള്ള ലിപ് ബാം, വിച്ച് ഇസ് കോംബോ വിറ്റാമിൻ C പ്ലസ് വിറ്റാമിൻ E, ഓൾസോ SPF 50 ഉണ്ട്. സോ ആൻഡ് ടിൻഡറാണ് ഗൈസ്. സോ നമുക്ക് വേണമെങ്കിൽ ഇത് മാത്രം യൂസ് ചെയ്തിട്ട് പോവാം. ആൻഡ് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പം എനിക്ക് ഭയങ്കര പിഗ്മെൻറ്റഡ് ആയിരുന്നു ലിപ്സ്, അത് കുറേ ചേഞ്ച് ആയപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഇത് കുറച്ച് കൂടിപ്പോയി. ആക്ച്വലി ഇത് കുറച്ചെടുത്താൽ മതി, നമുക്ക് നല്ല രീതിക്ക് കളർ തരും. ഞാനിടുന്ന ലിപ്സ്റ്റിക്കിൻ്റെ ഏതൊരു കളർ പോലെയാണ്, ഇറ്റ്സ് നോട്ട്, അത് മാച്ച് അല്ല. സോ ഞാൻ ഞാൻ ഇടാൻ പോകുന്ന ലിപ്സ്റ്റിക്ക് കുറച്ച് ന്യൂഡാണ്. സോ ഇത് വന്നു കഴിഞ്ഞാൽ അത് റെഡ് ഷെയ്ഡിലോട്ട് പോകും. സോ ഐ തോട്ട് ഓഫ് കുറച്ച് കളയാൻ. എനിവേ നമ്മൾ ലിപ്സ്റ്റിക്ക് എടുത്തുണ്ട്. സോ നൈക്കയുടെ തന്നെ ബോബൈ 01 ആണ് നമ്മൾ ഇടാൻ പോകുന്നത്. എനിക്ക് ന്യൂഡ് ഷെയ്ഡാണ് ഇഷ്ടം കളർ. സോ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ടു. ആൻഡ് ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക്ക് ഇട്ടതിന് ശേഷം ഒരു ലിപ്പ് ഓയിലോ അല്ലെങ്കിൽ ഒരു ലിപ്പ് ഗ്ലോസ് യൂസ് ചെയ്യാറുണ്ട്. സോ ഇതൊന്ന് കുറച്ചൊന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ലിപ്പ് ഗ്ലോസും കൂടി ഇട്ടിട്ട് സെറ്റ് ആവാം. ആൻഡ് അതിന് മുന്നേ നമുക്ക് ഹെയർ ചെയ്യാം. സോ നമ്മൾ ഹെയറൊക്കെ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി എൻ്റെ ഹെയർ കുഴപ്പമില്ല നിൽക്കുന്നുണ്ട്.
സോ വൺ സൈഡ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്, വൺ സൈഡ് കുറച്ച് ഫ്രീ ആയിട്ടുള്ളത്. സോ നമുക്ക് എന്തായാലും പുറത്ത് പോയിട്ട് വരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര കുട്ടി വ്ളോഗായിരിക്കും ഇത്. ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ റെഡി ആവുന്നു, പുറത്ത് വന്ന് ഡിന്നർ കഴിക്കുന്നു വരുന്നു. ബിക്കോസ് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു വീഡിയോ ഇടാത്തത് ഐ തിങ്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺസിസ്റ്റൻ്റ് അല്ലാത്ത ഒരാളെ പോലെ എനിക്ക് തോന്നുന്നു. സോ അത് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ റെക്കമെൻഡേഷൻസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ് ബില്ലോ. ദാറ്റ്സ് ഇറ്റ്. സോ നമുക്ക് പോവാം. ആൻഡ് യെസ്, ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ എയർപോർട്ട് വ്യൂ ഒക്കെ കണ്ട് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു ഹോട്ടലുണ്ട്, ദാറ്റ് ഈസ് ഗിബീന. അവിടുത്തെ ഫുഡ് പ്രിറ്റി ഗുഡ് ആയിരുന്നു. ഞങ്ങൾ മന്തിയാണ് ഓർഡർ ചെയ്തത് ആൻഡ് ഓൾസോ 1 മീറ്റ് ടീ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ തന്നെയാണ്. നമുക്ക് ഫ്ലൈറ്റ് ടേക്ക് ഓഫും ലാൻഡിങ് ഒക്കെ ചെയ്യുന്നത് കണ്ട് ഫുഡ് കഴിക്കാം. ഹായ് ഗൈസ്, അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിക്കാൻ ഡിന്നറൊക്കെ കഴിഞ്ഞ് വന്നു. ആൻഡ് ലൈക്ക് ഐ ടോൾ, ഭയങ്കര ചെറിയൊരു ഡിന്നറായിരുന്നു. ആൻഡ് ഇറ്റ് ഫീൽസ് സോ സ്പെഷ്യൽ അല്ലേ. നമ്മളെപ്പോഴും ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു ലൈഫിലും ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കുക, ഫ്രണ്ട്സിനോട് ചിൽ ഔട്ട് ചെയ്യുക, എനിക്ക് ഭയങ്കര റിഫ്രഷ്മെൻറ്റ് തരുന്നൊരു ഫീലാണ്. ആൻഡ് എനിക്ക് കൂടുതലിപ്പം എന്തെങ്കിലും ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, എൻ്റെ മൈൻഡ് ശരി അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് ചെയ്യാമെങ്കിൽ ഫുഡ് കഴിക്കാൻ പോകും. അല്ലെങ്കിൽ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്രേസാണ് എനിക്ക് ഈ ഡ്രസ്സസിനോടൊക്കെ. അപ്പോൾ ഒന്നെങ്കിൽ ഞാൻ സ്റ്റുഡിയോ പോകും അല്ലെങ്കിൽ വെബ്സൈറ്റിൽ പോകും. അങ്ങനെ അവിടെയുള്ള ഡ്രസ്സും കളക്ഷൻസൊക്കെ നോക്കും. എനിക്ക് ഫോണിൽ പറ്റുന്നതാണെങ്കിൽ ഞാൻ മേടിക്കും. പൊതുവേ ഞാൻ ഡ്രസ്സിൻ്റെ ഷോപ്പിൽ പോയാൽ എന്തെങ്കിലും വാങ്ങാതെ ഞാൻ വരില്ല. ജസ്റ്റ് കയറാൻ വിചാരിക്കും, പക്ഷെ എന്തെങ്കിലും ഞാൻ മേടിക്കും. ബിക്കോസ് എനിക്ക് അത്രയും ഇഷ്ടമാണ്. ഞാനിങ്ങനെ ഫ്യൂച്ചറിൽ എനിക്ക് കുറച്ച് പ്ലാൻസ് ഉണ്ട്. ഐ വോണ്ട് സേ റൈറ്റ് നൗ, അത് നടന്നു കഴിഞ്ഞിട്ട് ഞാൻ പറയുള്ളൂ. സോ എനിക്ക് ഡ്രസ്സിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ നല്ലൊരു ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഔട്ടിംഗ് ആയിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടെ ഉണ്ടായിരുന്നു. സോ പതിയെ വീഡിയോസിലൊക്കെ എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യും. തുടക്കത്തിൽ തന്നെ എല്ലാവരെയും എല്ലാവർക്കും മേ ബി ഇഷ്ടപ്പെടണമെന്നില്ല, ബട്ട് മൈ ഫ്രണ്ട്സ് ആർ സോ ഫ്രണ്ട്ലി. അങ്ങനെ കുറച്ച് മെല്ലനെ. ആൻഡ് എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര ക്ലോസ് ഒരു ചെറിയ സർക്കിൾ കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. 2, 3, 4, 5 മെമ്പേഴ്സ്. അതിൽ കൂടുതൽ അങ്ങനെ വലിയൊരു കുറേ ഫ്രണ്ട്ഷിപ്പ് ഗാങ്സ് അങ്ങനെയൊന്നും ഉള്ള ഒരാളല്ല ഞാൻ. ഓക്കെ, സോ ഗായ്സ്, ഇന്ന് അത്രേ ഉള്ളൂ. ഒരു ചെറിയ ഡേ, എൻ്റെ ഒരു ചെറിയ കുഞ്ഞ് ഗെറ്റ് റെഡി വിത്ത് മീ, ചെറിയൊരു ഫുഡ് കഴിക്കാൻ പോണതും പ്ലേസ്. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ആൻഡ് മോർ വീഡിയോസ് ആയിരിക്കും പെട്ടെന്ന് വരും. ആൻഡ് ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് എ സ്മോൾ കുട്ടി വീഡിയോ. ആൻഡ് സ്പ്രെഡ് ലവ്, എല്ലാവരെയും ലവ് ചെയ്യുക. ആൻഡ് റിമൂവ് ഓൾ ദ പാസ്റ്റ്. ആൻഡ് ഇഫ് നിങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ, ബിക്കോസ് വേറെ വഴിയില്ല. എന്തൊക്കെ പറയുന്നു. Bye. And if you like this video, do like, share and comment. And love you guys.